ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഗുരുഭ്യോ നമഃ. രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുഗനാം നിശാചരൻ പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിടിനാൻ മർക്കടരാജനം സുഗ്രീവനോടിതം. രാക്ഷസാദീശ്വരൻ വാക്കുകൾ കേൾക്ക നീ, ഭാസ്കരസൂനോ പരാക്രമവാരിതേ, ഭാനുതനയനാം ഭാഗദയാംബുദേ, വാനരരാജാ മഹാകുല സംഭവ. ആതിഥേയേന്ദ്ര സുതാനുജനാകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം. നിന്നോടു വൈരം എനിക്കേതുമില്ല, മറ്റെന്നിൽ വിരോധം നിനക്കും ഇല്ലേതുമേ. രാജകുമാരനാം രാമഭാര്യാമഹം വ്യാജേന കൊണ്ടുപോന്നേനതിനെന്തുതേ. മർക്കടസേനയോടും അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്കു പോയിക്കൊള്ളുക നീ. ദേവാദികളാലും അപ്രാപ്യമായോന്നു കേവലമെന്നുടെ ലങ്കാപുരമിടോ. അല്പസാരന്മാർ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തോന്നു കാട്ടുന്നിതെന്നോട് ഇവിടെ വന്ന് അന്ധകാരം നിനച്ചിടായിക നീ വൃഥാ. ഇത്തം ശുഭോക്തികൾ കേട്ടു കപികുലമുദ്ധായ ചാടിപ്പിടിച്ച് ആരതിദ്രുതം മുഷ്ടിപ്രഹരങ്ങളേറ്റു ശുകൻ അതിക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ കാരുണ്യവാരിതേ, രാമ നാഥാ പരിത്രാഹി രഘുപതേ. ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ, ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ. വാനരന്മാരെ നിവാരണം ചെയ്യുക ആശു മാനവവീരാഹദോഹം പ്രഭാഹിമാം. യുദ്ധം സുഖപരിദേവനം കേട്ടോരു ഭക്തപ്രിയൻ ഭരതൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ. അന്നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുഗൻ തഥാ ചൊല്ലിനാൻ സുഗ്രീവനോട്, ഞാൻ എന്തോന്ന് ചൊല്ലേണ്ടതങ്ങു ദശഗ്രീവനോടത് ചൊല്ലിയിടുകെന്ന്. അതു കേട്ട് സുഗ്രീവനും ചൊല്ലിനാനാശു ശുഗനോട് സത്വരം, ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനെയും കൊല്ലണമാശു. സപുത്ര ബലാന്വിതം ശ്രീരാമ പത്നിയെ കട്ടുകൊണ്ടിടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകണം എനിക്ക് കിഷ്കിന്ധയ്ക്ക്. രണ്ടിൽ അതിനെന്നു ചെന്ന് ചൊല്ലിയിടു നീ. അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവ് അർക്കാന്വയോത്ഭവൻ താനും അരുൾ ചെയ്തു. വാനരന്മാരെ ശുഗനെ ബന്ധിച്ചുകൊണ്ട് ഊനമൊഴിഞ്ഞിങ് കാത്തുകൊണ്ടിടുവിൻ. ഞാനുര ചെയ്തേ അയക്കാവിതെന്ന് അതും ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ട് കാത്തുകൊണ്ടിടിനാർ. ശാർദൂല വിക്രമം പൂണ്ട കപിബലം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ട് ആർത്തനായി രാവണനോട് ചൊല്ലിയിടിനാൻ. വാർത്തകളുള്ള വണ്ണം അതു കേട്ടോരു രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താന്വിതം ചീർത്തഖേദത്തോടു ദീർഘമായ ഏറ്റവും വീർത്തുപായങ്ങൾ കാണാഞ്ഞിരുന്നിടിനാൻ. തൽക്കാലം അർക്കകുലോത്ഭവൻ രാഘവൻ അർക്കാത്മജാതി കവിവരന്മാരോടും രക്ഷോഭരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായ ഒരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്നതു തോന്നിയതങ്ങനെ തന്നെ എന്ന് അർണവതീരെ കിഴക്കു നോക്കി തൊഴുത് അർണോജലോചനാകിയ രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചിടിനാൻ. അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും മൂന്നഹോരാത്രം ഉപാസിച്ചിതങ്ങനെ മൂന്നു ലോകത്തിനും നാഥനാമീശ്വരൻ. ഏതുമിളകിയില വാരിതിയും അതിക്രോധേന രക്താന്ത നേത്രനാം നാഥനും കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മതീയ പൂർവന്മാർ വളർത്തതുമിന്നു ഞാനില്ലാതെ ആക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിൽ ആകുലമെന്നിയെ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം. കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം.
എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ച് അർണവത്തോടരുൾ ചെയ്തു രഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലിമുഖ വിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം. ഇതം രഘുവരൻ വാക്കുകേട്ടന്നേരം പൃഥ്വിരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞതു മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ദിയും ക്ഷോഭിച്ചുമിട്ടാൽ കവിഞ്ഞു വന്ന് ഉത്തുംഗമായ തരംഗാവലിയോടും ഗ്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നിത് അത്യുഗ്ര നക്രത്തിമിച്ച ഷാദ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ട് ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി പത്തുദിക്കും നിറഞ്ഞോരു കാന്ത്യ നിജഹസ്തങ്ങളിൽ പരിഗൃഹ്യ രത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികെ വച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു രക്താന്തലോചനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക ത്രാഹിമാം ത്രാഹിമാം വിഷ്ണോ ജഗൽപദേ ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന ത്രാഹിമാം ത്രാഹിമാം രാമ രമാപദേ. ആദികാലേ തവ മായ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിൻ തിരുവടി സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായ അഷ്ടമതാർക്കു നീക്കാവൂ തവ മതം. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെയും നന്യത കർത്തുമാരുള്ളതു ശക്തരായി താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോപാദികളും താമസഗുണം. മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞു ഭവാൻ കാരണപൂരുഷനായി ഗുണാത്മാവുമായി. അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായതു ദേവാദികൾ തഥാ തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ തദ്രജോഭൂതങ്ങളായി പ്രജേശാദികൾ. തത്തമോദ്ഭൂതനായി ഭൂതപതീതാനും ഉത്തമ പുരുഷ രാമദയാനിധേ മായയാ ഛന്നനായി ലീലാ മനുഷ്യനായി മായാ ഗുണങ്ങളെ കൈക്കൊണ്ട നാരദം നിർഗുണനായി സദാ ചിദഗ്നനായോരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷതനാം നിൻ തിരുവടി തന്നെയും മൂർഖനം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്കു സന്മാർഗ പ്രാപകം ഓർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാ ലഘുടം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശം. ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമ ലങ്കാമാർഗമാച്ചു ദദാമി ദേ. യുദ്ധം വണങ്ങി സ്തുതിച്ച വരുണനോട് ഉത്തമ പുരുഷൻ താനും അരുൾ ചെയ്തു ബാണം മതീയമോഹമതിന്നിഹ വേണമൊരു ലക്ഷ്യം എന്തതിനുള്ളതും വാട്ടമില്ലാതൊരു ലക്ഷ്യം അതിനു നീ കാട്ടിത്തരേണം എനിക്കു വാരാന്യതേ. അർണവനാഥനും ചൊല്ലിനാൻ അന്നേരം അന്യൂന കാരുണ്യ സിന്ധോ ജഗൽപദേ ഉത്തരസ്യാം ദിശി മത്തീര ഭൂതലേ ചിത്രദ്യുമകുല്യദേശം സുഭിക്ഷതം. തത്ര പാപാത്മാക്കളുണ്ടോ നിശാചരത്രയും പാരം ഉപദ്രവിച്ചിടുവോർ വേഗാൽ അവിടേക്കയക്ക ബാണം തവ ലോകോപകാരകമാമതു നിർണയം. രാമനും ബാണമയച്ചാനതു നേരമാമയം തേടിയിടും ആഭീരമണ്ഡലം എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തൂണീരവും പുക്കിതാതരാൽ. ആഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം ദദാ തൽകൂലദേശവും അന്ന് തൊട്ടെത്രയും മുഖ്യ ജനപദമായി വന്നിതെപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാദരം അന്നേരമാകുലമെന്നിയെ മജ്ജലേ സത്വരം സേതുബന്ധിക്ക് നളനാം കവിവരനേതും അവനൊരു ദണ്ഡമുണ്ടായി വരാ. വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പക്രിയാ തൽപരൻ എത്രയും വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കും എന്നു പറഞ്ഞു തൊഴുതുടൻ അബ്ദിയും മെല്ലെ മറഞ്ഞരുളിയിടിനാൻ. സന്തുഷ്ടനായോരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ച് സുഗ്രീവ ലക്ഷ്മണന്മാരോടും
പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തിതു സേതു സംബന്ധനെ. തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ചു സത്വരം. പർവ്വതതുല്യ ശരീരികളാകിയ ദുർവാരവീര്യമി എന്ന കവികളും സർവദിക്കിങ്കലും നിന്നു സരഭസം പർവ്വത പാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തെരുതരെ കുണ്ടവിഹീനം പടുത്തു തുടങ്ങിനാൻ. നേരെ ശതയോജനായതമായുടൻ ഈരഞ്ച് യോജന വിസ്താരമാം വണ്ണം യുദ്ധം പടുത്തു തുടങ്ങും വിധൗ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്ന നാമം അരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനൻ ഏവം അരുൾ ചെയ്തു. യാതൊരു മർത്യൻ ഇവിടെ വന്നാദരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നിത്. അപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടു വേർപെട്ട് അതിശുദ്ധനായി വന്നുകൂടും. മമ അനുഗ്രഹാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. സേതുബന്ധനത്തിങ്കൽ മജ്ജനവും ചെയ്ത് ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ടത കൈവിട്ടു വാരണസി ബുക്ക് ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം ഗംഗാ സലിലവും കൊണ്ടുവന്ന് ആദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തത്. ശ്രീമൽ സമുദ്രേ കളഞ്ഞുതൽ ഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യൻ എന്നോട് സായുജ്യം വരും, അതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തതു. രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും. വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോട് പടുത്തു തുടങ്ങിനാൻ. വിദ്രുതമാദ്രി പാഷാണതരുക്കളാൽ അതിനെ തീർന്നു 14 യോജന, തീർന്നത് 20 യോജന. പിറ്റേന്നാൾ മൂന്നാം ദിനം 21 യോജന, നാലാം ദിനം 22 ആയതും പോലെ 23 അഞ്ചാം ദിനം 5 നാൾ കൊണ്ട് ശതയോജനായതും ചഞ്ചലമെന്നിയെ തീർന്നോരനന്തരം. സേതുവിന്മേലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാർ. മാരുതി കണ്ടേ കരേറി രഘുത്തമൻ, താരയെ കണ്ടേ സുമിത്രാതനയനം. ആരുഹ്യ ചെന്നു സുബേലാചലം മുകളേറിനാർ വാനരസേനയോടും ദ്രുതം. ലങ്കാപുരാലോകനാശയ രാഘവൻ ശങ്കാവിഹീനം സുബേലാചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്ത് കണ്ടിത് ജംബാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം. സ്വർണമയധ്വജ പ്രാകാര തോരണ പൂർണ്ണ മനോഹരം പ്രാസാദ സങ്കുലം. കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുരജാല വരിക ശതഗ്നി സമന്വിതം. പ്രാസാദമൂർധനി വിസ്തീർണദേശേ മുദാവാസവതുല്യ പ്രഭാവേന രാവണൻ. രത്നസിംഹാസനേ മന്ത്രിഭി സംകുലേ രത്നദണ്ഡാതപത്രൈരുപശോഭിതേ. ആലവട്ടങ്ങളും ബെഞ്ചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ടു വീച്ച്. നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘുത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോടു ചൊല്ലിനാൻ. മുന്നേ നിബദ്ധനായൊരു ശുകാസുരൻ തന്നെ വിരവോടയയ്ക്കമടിയാതെ ചെന്ന് ദശഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. പങ്ക്തിമുഖനും അവനോട് ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലടോ. വാനരേന്ദ്രന്മാർ അറിഞ്ഞു പിടിച്ച് അഭിമാന വിരോധം വരുത്തി ആരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിടടോ. രാത്രീഞ്ചരോക്തി കേട്ടു ശുകൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലിയിടിനാൻ. രാക്ഷസരാജപ്രവര ജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ. സിന്ധുതൻ ഉത്തരതീരോപരി ചെന്ന് ഒരന്തരമെന്നിയെ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്ത് അവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരെ. രാമരാമ പ്രഭോ പാഹി പാഹീതി. ഞാൻ ആമയം പൂണ്ട് കരഞ്ഞ നാദം കേട്ട് ദൂതൻ അവധ്യൻ അയപ്പിൻ അയപ്പിനെന്ന് ആദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരും അയച്ചാൽ അതുകൊണ്ട് ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവ വീരനുജ്ഞാ സാദരം. പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ, ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക
സീതയെ നൽകിയിടു കൊന്നുകിൽ, അല്ലായികിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്നുഴറി ചെയ്തു കൊള്ളണം, രണ്ടും കണക്കെനിക്കെന്നു പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ട് അന്ധനായി പോയി വന്നിരുന്നു കൊണ്ടു ഭവാൻ. പോരുമതിന്നു ബലമെങ്കിൽ എന്നോട് പോരിനായിക്കൊണ്ട് പുറപ്പെടുകാശു നീ. ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപെടുത്തെന്നുള്ളിൽ വന്നിങ്ങു പുക്കൊരു രോഷവുമാശു തീർത്തിടുവൻ. നക്തഞ്ചരകുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുകാശു നീ എന്നരുളി ചെയ്തിരുന്നരുളിയിടിനാൻ നിന്നുടെ സോദരൻ തന്നോടു കൂടവേ. സുഗ്രീവ ലക്ഷ്മണന്മാരോടും ഒന്നിച്ച് നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ. കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠപ്രഭോ കവിപുങ്കവപാലിതം. പർവ്വതസന്നിഭന്മാരായ വാനരർ ഉർവി കുലുങ്ങവേ ഗർജനവും ചെയ്തു. സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിത് നിർഭയം. സംഖ്യയുമാർക്കും ഗണിക്കാവതില്ലിഹ സംഖ്യാവതാം വരനായ കുമാരനും. ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനമലറി നിൽക്കുന്നവർ. 100,000 പടയോടും രിപുക്കളെ നീറാക്കുവാൻ ഉഴറ്റോടെ വാൽ പൊങ്ങിച്ച് കാലനും പേടിച്ചു മണ്ടും അവനോടു നീലനാം സേനാപതി വന്യനന്ദനൻ. അങ്കദനാകും ഇളയ രാജാവ് അതിനങ്ങേതു പത്മകിഞ്ചൽക്ക സമപ്രഭൻ. വാൽ കൊണ്ട് ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദനൻ അദ്രിശൃംഗോപമൻ. തൽപാർശ്വസീമ്നി നിൽക്കുന്നത് വാതജൻ തൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ. സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാം ശ്വേതൻ രജത സമപ്രഭൻ. രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ. മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ. സേതുകർത്താവാം നളൻ അതിനങ്ങേതു ബോധമേറും വിശ്വകർമാവുതൻ മകൻ. താരൻ പനസൻ കുമുദൻ വിനതനും വീരൻ വൃഷവൻ വികടൻ വിശാലനും. മാരുതിതൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാദി ശതബലി. സാരനാം ജാംബവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും. ശൂരൻ ദതിമുഖൻ ജ്യോതിർമുഖൻ അതിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനര നായകന്മാർ 67 കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വെള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം. ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരേവരും. ശ്രീരാമദേവനും മാനുഷനല്ല ആദിനാരായണനാം പരൻ പുരുഷോത്തമൻ. സീതയാകുന്നത് യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായ ധനന്തനും. ലോകമാതാവും പിതാവും ജനകജരാഘവന്മാരെന്നറിക വഴി പോലെ വൈരമവരോട് സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മാനസേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കും എല്ലാവനും. പഞ്ചാത്മക തത്വങ്ങളെ കൊണ്ട് സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി ത്വങ്മാംസമേതോസ്തി മൂത്രമലങ്ങളാൽ സമ്മേളിതം അതിദുർഗന്ധമെത്രയും. ഞാനെന്ന പാവം അതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾക്കതോർക്ക നീ. ഗന്ധജടാത്മകമായ കായത്തിങ്കൽ എന്തൊരാസ്ഥ ഭവിക്കുന്നതു ധീമതാം. യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാദകൗകങ്ങൾ കൃതങ്ങളാകുന്നതും. ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദിമൂലമായി സമ്പദിക്കും ദൃഢം. പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖ ബന്ധനം. ദേഹത്തെ ഞാനെന്ന് കൽപ്പിച്ച കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു. ജന്മമരണങ്ങൾ അതുമൂലമായി സമ്മോഹിതന്മാർക്ക് വന്നു ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളക നീ. ആത്മാവു നിർമ്മലൻ അവ്യേൻ അദ്വേൻ ആത്മനാമാത്മന കണ്ടു തെളിക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതമാത്മനി തന്നെ ലയിക്ക നീ കേവലം. പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞ് വിരക്തനായി വാഴുക.
സൂകരാശ്വാദി ദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലും ഉണ്ടല്ലോ. ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ചിതാഹന്ത, പിന്നെ ദ്വിജത്വവും വന്നത് കർമ്മഭൂവാമത്ര. ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം? ധന്യനായുള്ളവനോർക്ക മഹാമതേ, പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ, ത്രൈലോക്യ സമ്മതൻ ഘോരതബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ? ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നത് ആത്മാപരനദ്വയൻ. സീതയെ രാമനു കൊണ്ടക്കൊടുത്തു തൽപാദപത്മാനുചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലായെങ്കിലാശു കീഴ്പോട്ട് പോയി ചെല്ലും നരകത്തിൽ ഒരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു, നല്ല ജനത്തോടു ചോദിച്ചു കൊൾകടോ. രാമേതി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും. സത്സംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം ദേവം മരതക കാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിപുണം വിഭീഷണ സേവിതം. ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊൾകിലോ മുക്തി വന്നിടും അതിനില്ല സംശയം. ഇത്തം ശുഖവാക്യം അജ്ഞാനനാശനം ശ്രുത്വാ ദശാസ്യനും ക്രോധതാമ്രാക്ഷനായി ദഗ്ധനായി പോകും ശുഗനെന്നു തോന്നുമാർ അത്യന്ത രോഷേണ നോക്കി ഉര ചെയ്താൻ. ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രപം ശിക്ഷ ചൊൽവാനെന്തു കാരണം? പണ്ടു നീ ചെയ്തോരുപകാരമോർക്കയാലുണ്ട് കാരുണ്യമെനിക്ക്. അതുകൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ച് ഇതെൻ മുന്നിൽ നിന്നാശു മറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ, കേട്ടു പൊറുപ്പാൻ ക്ഷമയും എനിക്കില്ല. എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ, വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പുക്കിരുന്നിടിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.